പാകിസ്ഥാൻ്റെ കൈവശമുള്ള ആണവായുധങ്ങൾ ഭീകരരുടെ കയ്യിലെത്തും എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഭരണ അസ്ഥിരത ഉണ്ടാകരുത് എന്നൊരു നിലപാട് അമേരിക്കയ്ക്കുണ്ട്. അമേരിക്ക അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി, വളരെ ശ്രദ്ധയോടെ പാകിസ്ഥാനിലെ ഓരോ മാറ്റങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മറുമരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ശ്രമത്തിലുമാണ് അമേരിക്ക. ഒന്നുമല്ല, ഇത് അമേരിക്കയാണ് ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയാണ് അവിടെ തീവ്രവാദികളെ വളർത്തുന്നത്, തീവ്രവാദികളെ കൺട്രോൾ ചെയ്യുന്നത്, പട്ടാളത്തെ കൺട്രോൾ ചെയ്യുന്നത്, ജനാധിപത്യത്തെ കൺട്രോൾ ചെയ്യുന്നത്, പ്രസിനെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാം അമേരിക്കയാണ്. അമേരിക്ക ആ രാജ്യത്ത് അങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ്. അവിടെ മര്യാദയ്ക്ക് ജനാധിപത്യ ഗവൺമെൻറ് ഇരിക്കാൻ അവർ സമ്മതിക്കില്ല. ഇങ്ങനെ കുറേ ഇങ്ങനെ അസ്വസ്ഥമാകുമ്പോൾ ജനങ്ങൾ ഏതെങ്കിലും ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കും. അതിനെ എന്നെ പട്ടാളത്തെ ഉപയോഗിച്ച് അസ്ഥിരപ്പെടുത്തും. അമേരിക്കയിൽ കാര്യം തീരുമാനിക്കുന്നവരാണ് അവിടുത്തെ പട്ടാളം. അപ്പോൾ ഈ പട്ടാളത്തിൻ്റെ പ്രത്യേകത എന്താണ്? കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ്. അവിടുത്തെ പട്ടാള ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ വിചാരിക്കും പോലെ മണ്ടന്മാരോ അറബി ഉറുദു അത്ര സംസാരിക്കുന്നവരൊന്നല്ല. അല്ല ഒടുക്കത്തെ പലപ്പോഴും മുമ്പൊക്കെ നമ്മൾ ഐക്യരാഷ്ട്ര സഭയിലൊക്കെ പോയി നമ്മളെ ആളുകൾ നാണം കെട്ടുന്നത് ഈ പാകിസ്ഥാനിൽ വരുന്ന ആളുകൾ മിക്ക ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ചു വരുന്ന ആളുകളാണ്, കാംബ്രിഡ്ജിലൊക്കെ. ഇവർ ഒടുക്കത്തെ ഇംഗ്ലീഷായിരുന്നു, നമ്മളെ ആളുകൾ അത്ര പോരായിരുന്നു. അങ്ങനെ പണ്ടൊക്കെ നമ്മളിപ്പം പുതിയ പിള്ളേർ വന്നു ഒരു എക്സൽ ചെയ്യുന്നുണ്ട്, നമ്മൾ വിട്ടുപോയത്. കാരണം അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കക്ക് വേണമെങ്കിൽ അവർ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിനെതിരെ നിൽക്കായിരുന്നു. അമേരിക്ക എന്തില്ലല്ലോ, ഇസ്രായേൽ എതിരായിരുന്നു. ഞാൻ അമേരിക്കയ്ക്ക് അവരെ അങ്ങനെ നിലനിർത്തേണ്ട ആവശ്യം, ഇന്ത്യക്കൊരു തലവേദന ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ ഇന്ത്യ സ്വയം പര്യാപ്തത, ഇവരായിട്ടുള്ള യുദ്ധത്തെ ഏർപ്പെടുമ്പോൾ ഇന്ത്യ ഒരുപാട് സമ്പത്ത് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യേണ്ടി വരും. മിലിറ്ററി ബജറ്റ് കൂടണം. അപ്പോൾ അമേരിക്കയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ മേടിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഇവർക്ക് അമേരിക്ക മാത്രമല്ല ഈ ആയുധങ്ങൾ വെക്കുന്ന രാജ്യങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ഒന്ന് തലവെക്കുന്ന ഒരു അടി കൊടുത്തേക്കാം. ഇങ്ങനെ സ്ട്രാറ്റജിക്കലായിട്ട് അവരെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പം പിന്നെ അത് ക്രിസ്ത്യൻ രാജ്യമല്ല, മുസ്ലിം രാജ്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ എളുപ്പം അവർക്ക് പറ്റാത്തൊരു സാഹചര്യം എളുപ്പം ഭീകരവാദികളാക്കാം. ക്രിസ്ത്യൻ രാജ്യമാണെങ്കിൽ എളുപ്പം കമ്മ്യൂണിസ്റ്റുകളായി കളയും. എന്നിട്ട് ആക്സിസ് ഓഫ് എവിൽ എന്നും പറയും. ഇതാണ് അവരുടെ രീതി. അപ്പോൾ അമേരിക്ക ഈ കളിക്കുന്ന മൊത്തം നാടകമാണ്. ഒന്നെങ്കിൽ അമേരിക്ക ഇപ്പം അമേരിക്കയുടെ കൂടെ നിന്നുകൊണ്ട് അവർക്കിട്ട് പണിയാൻ നടക്കുന്ന ഏതെങ്കിലും ഭീകരവാദികൾ അവർ നോട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പം നോട്ട് ചെയ്ത സമയത്ത് അവന്മാർ വല്ലതും പൊട്ടിച്ച് അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയാം. രണ്ട്, വിശാല ഇസ്രായേൽ രാജ്യം സങ്കല്പമായ കാര്യം മുന്നോട്ട് പോയി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങൾ എൻ ബ്ലോക്കായി. കാരണം ഇതൊരു ഇസ്രായേൽ അവിടെ പലസ്തീൻ രാജ്യം സ്ഥാപിച്ചില്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, അറബികൾക്ക് പോലും വലിയ പ്രശ്നമൊന്നുമില്ല. സൗദി അറേബ്യയുടെ വെറുതെ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇസ്ലാമിനെ ഭൂമുഖത്തിനെ തുടച്ചു മാറ്റുക, ഈ ജൂതന്മാരുടെ ബി ടീം ഉണ്ടല്ലോ, ഇവാഞ്ചലിസ്റ്റുകൾ, ഇസ്ലാമിനെ ഭൂലോകത്തെ തുടച്ചു മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ആദ്യം ഇസ്ലാമിനെ തുടച്ചു മാറ്റുക, പിന്നെ ഹിന്ദുക്കളെ തുടച്ചു മാറ്റുക, പൂർണ്ണം ജീസസ് തിരിച്ചു വരുന്നതിന് മുമ്പ് ലോകം മൊത്തം ക്രൈസ്തവ രാജ്യമാക്കുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് കത്തോലിക്കരെ പറ്റിയല്ല, ഇവാഞ്ചലിസ്റ്റുകൾ അവരെന്നെ പറയുന്ന കാര്യമാണ്. അപ്പം എന്ന് വെച്ചാൽ ഇവരുടെ ഈ അടിയിലെ കമൻ്റൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾ മനസ്സിലാവും. അപ്പം അതിന് ഏറ്റവും വലിയൊരു ഭീഷണി ഈ ആണവായുധമാണ്. കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും റിലീജിയസ് പെർസിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക ഇടപെടുന്ന സമയത്ത് അവരെ ഒരു ഡിറ്ററൻ്റാണ് ഈ ആണവായുധം. ഈ നോർത്ത് കൊറിയനെ അവർ കണ്ണെടുത്ത കണ്ടുവിടെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവന്മാരെ കയ്യിൽ ഈ സാധനമുണ്ട്, ഇവന്മാർ ഭ്രാന്തന്മാരാണ്. അപ്പം അങ്ങനെ ഒരു വിശാല ഇസ്രായേൽ സങ്കല്പമൊക്കെ അതിന് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം ഒരു ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിക്കുകയും ഒരു വലിയ വാറിലേക്ക് ചിലപ്പം പോകേണ്ടതായിട്ട് വരും. ഇങ്ങനെ കുറേ വാറിനെ പറ്റിയൊക്കെ ഈ ബൈബിൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ബൈബിൾ നോക്കിയിട്ടാണ് ഇവന്മാർ ഈ കാര്യങ്ങൾ മൊത്തം ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചെരുപ്പിനനുസരിച്ച് കാല് വിട്ടല്ല, കാലിനനുസരിച്ച് ചെരുപ്പ് ഉണ്ടാക്കുകയല്ല, ചെരുപ്പിനനുസരിച്ച് കാലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം രാജ്യങ്ങളെ കൂടുതൽ ആണവായുധം കയ്യിലുള്ള ഒരേ രാജ്യം പാകിസ്ഥാനാണ്. ഈ സാധനത്തെ കൺട്രോൾ ചെയ്യാന്നുള്ള വളരെ എളുപ്പമൊന്നുമല്ല, ഈ അണവായുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എന്താണെന്ന് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഉദ്യമം ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതിന് എന്ത് ചെയ്യണം? പാകിസ്ഥാനായിരുന്നു ഇത് നിർവീര്യമാക്കണം. നിർവീര്യമൊക്കെ നേരിട്ട് പറഞ്ഞാൽ എളുപ്പമാണ്. നിർവീര്യം അന്നത്തെ ഇങ്ങനെയുള്ള സുരക്ഷാ ത്രെട്ട് പറഞ്ഞാൽ മതി. പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇവന്മാരുടെ കയ്യിൽ എത്താൻ സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാനിലെ ഭരണകൂടം അവന്മാരെ പിടിച്ചെടുത്തത് അവന്മാരെ കയ്യിലെത്തും. പിന്നെ പട്ടാളത്തിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള തീവ്ര മുസ്ലിങ്ങളുണ്ടാവും. നമുക്ക് ഈ MH370 എന്നൊരു മലേഷ്യൻ വിമാനം പോയില്ലേ പ്രതിഷേധമായിട്ട്, അത് പറയപ്പെടുന്ന കാരണം വെച്ചാൽ അന്ന് മൊഹാദിർ മുഹമ്മദ് എന്നിട്ട് വന്നിട്ട് അവിടുത്തെ ഒരു നേതാവ് ജയിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൈലറ്റ് അയാളെ പ്രതിഷേധം കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരാൾ വന്നിട്ടില്ല. ഇത് കടലിൽ കൊണ്ടുവച്ച് മുക്കിയെന്നാണ് സോഫാറുള്ള ഭാഷ്യം.
അതേപോലെ വളരെ മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. ഇങ്ങനെയുള്ള കുറേ ഓഫീസർമാരുണ്ടെങ്കിലും അവരിതെടുത്ത് ഉപയോഗിച്ചാലും ഇസ്ലാമാണ് പ്രധാനം എന്ന് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞവർ ഹൈലി എഡ്യൂക്കേറ്റഡാണ്, പക്ഷെ ഹൈലി എഡ്യൂക്കേറ്റഡ് അതിൻ്റെ ആളായിരുന്നു ബിൻ ലാദൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പേടി അമേരിക്കയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ കാരണം പറഞ്ഞുകൊണ്ട് ഈ സാധനങ്ങൾ ഒന്നെങ്കിൽ നിർവീര്യമാക്കാൻ അവർ സമ്മതിക്കില്ല, അല്ല സുരക്ഷാ കേന്ദ്രങ്ങളേക്ക് മാറ്റുക, അങ്ങനത്തെ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ഇതൊന്നും കാണാതെ. പക്ഷേ ഇപ്പോൾ ഒരു അമേരിക്ക ഈ പറയുന്നതിനകത്ത് ഒരു സാങ്കത്യം പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഇപ്പോൾ അഫ്ഗാനിലെ താലിബാൻ ഭരണമാണ് അഫ്ഗാനിൽ നടക്കുന്നത്. ആ അഫ്ഗാനും പാകിസ്ഥാനുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രാദേശികമായിട്ട് ചില പ്രദേശങ്ങളുടെ അധികാരം പിടിക്കാനും അതിർത്തി തർക്കവും ഒക്കെ ഉണ്ട്. അതിനകത്ത് പല വിഷയങ്ങളുണ്ട്. ഒരു കാലത്ത് താലിബാനെ അത്യാവശ്യം സഹായിച്ചിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷെ ഇപ്പോൾ അവർ തമ്മിൽ നേർക്കുനേർ വല്ലാത്തൊരു ഫൈറ്റിലേക്ക് പോവുക. ഈ ഫൈറ്റ് ഒന്നും വെറുതെ ഉണ്ടാവുന്നതല്ല. നിങ്ങൾ മനസ്സിലായി, ഇതൊക്കെ ഈ പറയുന്ന അമേരിക്കൻ്റെ കളി. അവർക്ക് ഒന്നല്ല വേറെ രീതിയിലുള്ള സംഘർഷം അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ആ ഏരിയയിൽ. അല്ലാതെ നാട് പുരോഗമിച്ചു അത് അവർക്ക് ഇഷ്ടമില്ല. അവിടെ സംഘർഷം നിൽക്കണ ഇവർ ഇന്ത്യയുടെ ശത്രുക്കളാണ്. ഈ താലിബാനെ മുമ്പ് നിയന്ത്രിച്ചിരുന്നത് ഇപ്പം നിയന്ത്രിക്കുന്നവരെ ഇടയ്ക്ക് മാത്രമേ അവരെ കയ്യിൽ നിന്ന് പോയില്ലായിരുന്നു. അവർ തന്നെയാണ് അവരെ താലിബാനെ തിരിച്ച് അധികാരത്തിൽ ഇരുത്തിയാണ് അവർ പോയിട്ടുള്ളത്. താലിബാൻ അവരും അതിൽ അപ്പം ഒന്നും ചെയ്യില്ല. സിറിയയിൽ അപ്പം നേതാവായിട്ടുള്ള രാഷ്ട്ര തലവനായിട്ടുള്ള IS-ന്റെ പഴയ നേതാവ് അയാൾ അമേരിക്ക അതിൽ അപ്പം ഒന്നും ചെയ്യില്ല. അപ്പൊ ഇത് അവർ തമ്മിൽ അമേരിക്ക ഇപ്പൊ ഈ പറഞ്ഞ പോലെ താലിബാന് വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇടക്കാലത്ത് IS. പക്ഷെ ഇപ്പോൾ IS അവിടെ സമ്പൂർണ്ണമായിട്ടും നിലംപരിശായി എന്ന് തന്നെ പറയാം. വെല്ലുവിളി എന്ന് വെച്ചാൽ അവിടെ അമേരിക്കയുടെ കൂടുതൽ ലോയലിസ്റ്റുകൾ ആരാണ്? ഇവന്മാരൊക്കെ പൈസേൻ്റെ പരിപാടിയാണ്. ഇവന്മാർക്കൊക്കെ പൈസ പുറത്തല്ല. ഇതൊരു ദസറ ഫെസ്റ്റിവലിലെ യുദ്ധം പോലെയാണ്. അത് നാടകമാണല്ലോ. ഈ അവിടെ നമുക്ക് ഉത്തരേന്ത്യ പോലെ അതെ, ഇത് നാടകമാണ്. ഈ നാടകത്തിൽ വില്ലനെ നായകനൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അമേരിക്കയാണ്. ചിലപ്പോൾ വില്ലനാവും, ചിലപ്പോൾ നായകൻ. ചിലപ്പോൾ മൊത്തം വില്ലന്മാരുടെ. അപ്പം ഉപ്പുകണ്ടം പ്രദേശമുള്ള സിനിമ ഉണ്ടായിരുന്നു, അത് മൊത്തം വില്ലന്മാരായി നായകന്മാരായിട്ട് ബാബു ആന്റണി അങ്ങനെയുള്ള ക്യാപ്റ്റൻ രാജു അന്നത്തെ വില്ലന്മാരാണ്. ഇവരാണ് ഞാൻ സിനിമയുടെ നായകന്മാർ. അതേപോലെയുള്ള സംഭവമാണ്. അപ്പോൾ അമേരിക്ക മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അമേരിക്കയാണ് അവിടുത്തെ ബേസിക്കലി പ്രശ്നങ്ങൾ കാരണം അമേരിക്കയുടെ ജിയോ സ്ട്രാറ്റജിക്കലായിട്ട് ഇൻട്രസ്റ്റ്. ഈ ചൈനയുടെ അമിതമായ ഇടപെടലാണോ പാകിസ്ഥാനിൽ? ചൈന വലിയ കാര്യമായിട്ട് ചൈന ഇടപെട്ടാൽ ഒരു പരിധിയുണ്ട്. ബേസിക്കലി അമേരിക്കൻ മിലിറ്ററിയുടെ സ്വാധീനമാണ് വളരെ ശക്തം. അമേരിക്കൻ ഭരണകൂടത്തിന്റെ സ്വാധീനം വളരെ ശക്തമാണ്. ചൈനയെ ഇവർ അവരുടെ നിത്യനിദാന ചിലവുകൾക്കൊക്കെ വേണ്ടി അവർ ആശ്രയിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അമേരിക്കനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ചൈനേൻ്റെ ഒരു അടുപ്പമില്ല. ചൈന പോലും അമേരിക്കയായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ള സത്യമാണ്. ചൈന പോലും പല കാര്യങ്ങളും അമേരിക്ക താല്പര്യം നോക്കിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഉറുഗ്വേ മുസ്ലിങ്ങളെ ഭീകരമായി പീഡിപ്പിക്കുക. ഇതുപോലെ ഇവിടുത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഭീകരമായി പീഡിപ്പിച്ച് അമേരിക്ക ഇവിടെ ബോംബിടുന്നല്ലോ. എന്താ അവിടെ പോയി ബോംബിടാത്ത ചൈനയിൽ? ഇവിടെ മുസ്ലിങ്ങളെ എങ്ങനെ പിടിപ്പിക്കുന്ന ന്യൂസല്ലേ ഉള്ളൂ. ഇടയ്ക്കൊന്നോ രണ്ടോ കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. 10-50 വർഷമായി നിരന്തരം മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യും, വംശീയമായി ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുക ചൈന. എന്താ അമേരിക്ക ഒന്നും ചെയ്യാത്തത്? ബോംബില്ലേ? ചൈനയുടെ വിമാനം പറക്കരുത്. അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അതിന്റെ വാർത്തകൾ പോലും വെളിയിൽ വരുന്നു. അതാ പറഞ്ഞത്. അപ്പൊ ഇത് അവർക്ക് അവരുടെ താല്പര്യങ്ങളാണ്. ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യം. അമേരിക്കയുടെ കോൺഫ്ലിക്റ്റ് അവരും തയ്യാറാവുന്നില്ല. പിന്നെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മുമ്പ് നായനാരും കരുണാകരനും കണ്ണെടുത്താൽ കണ്ടൂടെ. നായനാർക്ക് പണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രേംനസീറിനോട് നായനാർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കരുണാകരനെ കൂടെ വോട്ടടിക്കാൻ പോയതാണ് പ്രേംനസീറിന് ഒരുപാട് അതിശയിച്ചത് നായനാർ. പിന്നെ ഇവർ രണ്ടുപേരും മരിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇവർ ക്ലോസ് സുഹൃത്തുക്കളായിരുന്നു. ഒരാളെ നാട്ടുകാർ മൊത്തം വിചാരിച്ച് AK ആന്റണി കരുണാകരനെ കണ്ടാൽ മിണ്ടില്ലായിരുന്നു. ഇവരെ തമ്മിൽ ഈ സത്യനും നസീറും തമ്മിലുള്ള ബന്ധമായിരുന്നു. സത്യൻ നസീം പരസ്പരം ഈ പ്രതിഫലം കൂട്ടി തന്നെ നമ്മൾ പരസ്പരം ആലോചിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അടുത്ത ബന്ധുക്കൾ അടുത്ത കാലത്ത് വന്നത്. അതേപോലെ ഇവർ പരസ്പരം ഭയങ്കര സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നു. നാട്ടുകാർ ഇവരെ പേര് അന്ന് തല്ലുണ്ട്. ഞാനൊക്കെ അന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് നായനാരെ കണ്ണെടുത്ത കണ്ടുകൂടെ. കാരണം CPM നേതാവല്ലേ, നമ്മൾ ഭയങ്കര കോൺഗ്രസ്സുകാരാണ് കുട്ടിക്കാലത്തൊക്കെ. നമ്മളെന്ന് വിചാരിച്ചാൽ ഇവരെ മുമ്പിൽ ഭയങ്കര പ്രശ്നം. ഇവരെ മുമ്പിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നില്ല. മരിച്ചുപോയ ആളുകൾ അവർ പറഞ്ഞ ആർക്കും ദോഷമില്ലല്ലോ. മറ്റുള്ള ആളുടെ ഇമേജ് അത് മാത്രമല്ല അവരുടെ ഇമേജ് ഡാമേജ് ആവില്ലേ. നമുക്കിപ്പോൾ മരിച്ച് അവരൊക്കെ ആ പൊസിഷനെത്തി വളരെ ബുദ്ധിമുട്ടിയില്ല. നമ്മൾ വല്ലതും വന്ന് അവരുടെ ഇമേജ് ഡാമേജ് ആവേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളതിൽ അതിന് കോൺക്രീറ്റ് എവിഡൻസ് വേണം. ഇതൊക്കെ പിന്നെ ഇവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ നല്ല ബന്ധമായിരുന്നു എന്നുള്ളത്. അന്ന് പക്ഷേ നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതൊക്കെ തന്നെ നാടകമാണ്. ഈ നാടകത്തിൽ നമ്മൾ ഒരുപാട് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അമേരിക്ക വിചാരിച്ച സ്വിച്ചിട്ട് പോലെ തീരാവുന്ന വർഷങ്ങൾ ഇന്ന് ലോകത്ത് പല സ്ഥലത്തുണ്ട്. പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് ശരിയായ ലോക പോലീസ് ആണെങ്കിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.